ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവജനങ്ങളോടൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനുമായി എനിക്ക് ലഭിച്ച അവസരത്തിനായി വിശേഷാൽ എന്റെ സഹപാഠിയായിരുന്ന കർത്താവിന്റെ ദാസനോടൊരുമിച്ച് ആയിരിക്കാൻ എനിക്കിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധീകരിക്കട്ടെ. കർത്താവിന്റെ ദാസൻ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ 1967 ആരംഭിച്ച ഞങ്ങളുടെ പരിചയബന്ധത്തെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. അന്ന് ഞാൻ സ്നാനപ്പെട്ടതായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അറിവ്. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതുമായിരുന്നില്ല. അന്ന് 15 വയസ്സുള്ള ഞാൻ പെന്തിക്കോസ് ബൈബിൾ സ്കൂളിൽ ചെന്നത് പെന്തിക്കോസുകാരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുവാനായി. അദ്ദേഹത്തിനോ എന്റെ അധ്യാപകർക്കോ അറിവില്ലാത്ത വിധത്തിൽ എല്ലാ വീക്കെൻഡിലും കോട്ടയം സെമിനാരിയിലേക്ക് കടന്നുപോയി ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് അന്യഭാഷ പഠിപ്പിക്കുന്നത്, ഇവർക്ക് പണം എവിടെ നിന്നാണ് വരുന്നത്, ഇങ്ങനെയുള്ളതെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുന്നതിന് വേണ്ടിയും പെന്തിക്കോസുകാരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്നതിന് വേണ്ടിയും പെന്തിക്കോസ് ഉപദേശം പഠിച്ച ശേഷം പെന്തിക്കോസുകാർക്കെതിരെ ശബ്ദമുയർത്തുന്നതിന് വേണ്ടിയും കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. എബ്രായ ലേഖനം എന്റെ കഴിഞ്ഞ ആദ്യ ദിവസം ഞാൻ എന്റെ സാക്ഷ്യത്തിന്റെ അല്പം സൂചിപ്പിച്ചെന്ന് തോന്നുന്നു. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എബ്രായ ലേഖനം 1 മുതൽ 13 10 വരെ വാക്യങ്ങൾ പഠിപ്പിച്ചിട്ടും എതിർത്ത് നിന്ന് ഞാൻ 13-ാം അധ്യായത്തിന്റെ 10 മുതൽ 13 വരെ വാക്യങ്ങൾ പാസ്റ്റർ PM ഫിലിപ്പ് പഠിപ്പിക്കുമ്പോൾ ആ വചനത്തിന് മുമ്പിൽ ദൈവാത്മാവിനോട് ഇടപെട്ട് കാൽവറിയുടെ ദർശനം കണ്ടതുകൊണ്ട് ഞാൻ ദൈവവൈതലായി തീർന്നതാണ്. അന്നു മുതൽ ഇന്നുവരെയും ആ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിപ്പാൻ കർത്താവിന് കൃപ നൽകുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. 1960കളുടെ അവസാനങ്ങളിൽ കോട്ടയത്ത് ഞാൻ പഠിച്ചുവെങ്കിലും അതിനുശേഷം 70കളുടെ ആരംഭത്തിൽ സദൻ ഏഷ്യ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് കർത്താവ് എനിക്ക് ഇടയാക്കി. 72 അവസാനം അവിടെ കടന്നു വന്ന ഒരു മിഷണറി ഇങ്ങനെ പ്രസംഗിച്ചു, ഫെലോസ് ആർ പ്രിപ്പയറിംഗ് for 20 years and they will never get into the ministry എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, get out and go for the ministry. BTH കടന്നു എന്ന് ഞാൻ CTH എടുത്തുകൊണ്ട് പ്രസംഗിക്കുവാനായി നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് കടന്നുപോയി. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ദൈവം തന്റെ മഹാകരുണയാൽ എന്നെ ഉപയോഗിച്ചതിനാൽ ചില പുതിയ സഭകൾക്ക് രൂപം കൊടുക്കുവാൻ കർത്താവ് എനിക്ക് ഇടയാക്കി. അങ്ങനെ ഉണ്ടായ സഭകളെ കുറിച്ച് ബാംഗ്ലൂരിൽ നടന്ന ഒരു കോൺഫറൻസിൽ അവിടുത്തെ സൂപ്രണ്ടന്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പാസ്റ്റർ PD ജോൺസൺ അത് പുറകിലിരുന്ന് കേട്ടു. അദ്ദേഹം ഒരു കത്തെഴുതി ഈ റവറൻ കുമയുടെ കയ്യിൽ കൊടുത്തുവിട്ടു, ഇത് കോശുവൈദ്യനെ ഏൽപ്പിക്കണം. ആ കത്തിന്റെ ഉള്ളടക്കം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം എനിക്ക് കൊണ്ടു തരുമായിരുന്നില്ല. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ തന്നെ ആയിരിക്കുവാൻ ആ നാട്ടുകാരെല്ലാം വളരെ കൊതിച്ചതാണ്. എന്നാൽ ആ കത്തിൽ എഴുതിയിരുന്നത്, നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഈ കത്ത് കിട്ടിയാൽ ഉടൻ മടങ്ങി വരണം, എന്നോടൊപ്പം നിങ്ങൾക്ക് താമസിക്കാം, നിങ്ങളെ കേരളത്തിന്റെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് എന്ന് പാസ്റ്റർ ജോൺസൺ കത്ത് കൊടുത്തുവിട്ടു. അങ്ങനെയാണ് ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വരുന്നത്. 78 അവസാനം വരെ ആ പൊസിഷനിൽ പ്രവർത്തിക്കുവാൻ എനിക്കിടയായി. 79 പുനലൂർ ബദേൽ ബൈബിൾ കോളേജിൽ അധ്യാപകരുടെ ആവശ്യം വന്നപ്പോൾ അതിന് അഡ്വർടൈസ്മെന്റ് ചെയ്തു. പലരും പീഡിക്കാരായ 5 പേര് അതിനുവേണ്ടി അപ്ലൈ ചെയ്തു. എന്നാൽ അന്ന് റവറൻ ഡോക്ടർ ജോൺ എസ് താനിക്കൽ അവിടുത്തെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്തു. ഈ 5 ആപ്ലിക്കേഷനും അദ്ദേഹം റിജക്ട് ചെയ്തു. ബോർഡിന്റെ മുൻപാകെ അദ്ദേഹം പറഞ്ഞു, ഇവരിലാരിലും എനിക്ക് തൃപ്തിയില്ല, വേറെ ഒരാളിനെ ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ അദ്ദേഹത്തെ എടുക്കണം, എനിക്ക് അദ്ദേഹത്തെ കോവർക്കറായിട്ട് കിട്ടണമെന്ന് പറഞ്ഞു. ആരാണത്?
കോശുവൈദ്യൻ. CTH മാത്രമുള്ള എനിക്ക് BTHകാരെ പഠിപ്പിക്കുവാൻ സ്വപ്നത്തിൽ പോലും ആ ഒരു ചിന്ത വരുന്നത് തന്നെ പാപമാണ്. എനിക്കൊരു അവസരം കിട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിൽ ചിന്തിച്ചിരുന്നതല്ല. എന്നാൽ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റിന് ഒരാളിനെ ആവശ്യമാണ്, അത് കോശുവൈദ്യൻ മതി എന്ന് ഡോക്ടർ താണിക്കൽ തറപ്പിച്ചു പറഞ്ഞതുകൊണ്ട് എന്നെ അങ്ങനെ അപ്പോയിന്റ് ചെയ്തു. ഒരു ഡിഗ്രിയും ഇല്ലാതിരുന്ന എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തു. എന്നാൽ ATയുടെ അക്രഡിറ്റേഷനും മറ്റുമുള്ളപ്പോൾ ഇന്ന് ഡിഗ്രി അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പഠിക്കുവാൻ പോകണം എന്ന് കോളേജ് തീരുമാനിച്ചു. എനിക്ക് ബാംഗ്ലൂരിലേക്ക് കടന്നു പോകുവാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിലും അവിടെയുള്ള അധ്യാപകരിൽ പലരും, അവിടെ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും എന്നെ അതിൽ നിരുത്സാഹപ്പെടുത്തി. യു മേ കം ഹിയർ ആൻഡ് പ്രീച്ച്, ബട്ട് പ്ലീസ് ഡോണ്ട് കം ഹിയർ ടു സ്റ്റഡി. കാരണം എൻ്റെ ജൂനിയേഴ്സാണ് പലരും ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത്. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഞാൻ അവിടെ ചിലപ്പോൾ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവര് എന്നെ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് ദൈവകൃപയാൽ ഇവിടെ പഠിക്കുവാനായിട്ട് ഒരവസരം എനിക്ക് കിട്ടി. അങ്ങനെ 2 വർഷം 3 വർഷത്തെ MD കോഴ്സ് 2 വർഷം കൊണ്ട് തീർക്കുവാനായി ഞാൻ ഇപ്പോൾ ടെന്നസിയിലായിരിക്കുന്നു. ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-16 വാക്യങ്ങൾ വായിക്കാം. Gospel according to St. John chapter 15 verse 8 and 16. Herein is my Father glorified, that ye may bear much fruit, so shall ye be my disciples. Verse 16. Ye have not chosen me, but I have chosen you and ordained you, that ye should go forth and bring forth fruit, that your fruit should remain, and whatsoever ye shall ask of the Father in my name, he may give it to you. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. I have chosen you and I have appointed you with a great purpose. What is that purpose? You may go forth and bring forth fruit. ഒരു ദൈവവൈതലിന്റെ ഹൃദയത്തെ പിടച്ചു വികസിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 13 മുതലുള്ള അധ്യായങ്ങൾ. 13-ാം അധ്യായത്തിന്റെ അവസാനം കർത്താവ് അവരോട് പറഞ്ഞു, കുറഞ്ഞോന്ന് കഴിഞ്ഞ് ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുകയില്ല. അതവന്റെ ഹൃദയത്തെ വല്ലാതെ മഥിക്കുവാൻ തുടങ്ങി. അവന്റെ ഹൃദയം വ്യാകുലപ്പെടുവാൻ തുടങ്ങി. ആ പശ്ചാത്തലത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത്, let not your heart be troubled, believe in God, believe also in me. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ, കലങ്ങി മറിയുന്ന പശ്ചാത്തലത്തിൽ, ഹൃദയത്തെ മതിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ കലങ്ങാതെ നിൽക്കുവാനുള്ള ആന്റിഡോട്ട് ദൈവത്തിങ്കലുള്ള വിശ്വാസമാണ്. ദൈവത്തിങ്കൽ വിശ്വാസമുള്ളവരായിരിക്കും. നമ്മുടെ കലക്കം മാറ്റുവാൻ കർത്താവ് ആദ്യം സംസാരിക്കുന്നത് നമ്മുടെ നിത്യഭവനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. In my father's home there are many mansions and I am going to prepare a house for you. ഞാൻ പോകുന്നത് പ്രയോജനമാണ്. പോയിട്ട് മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കും. ഒരിക്കലും പിരിയാതെ എന്നും കൂടെ പാർക്കേണ്ടതിന് നിങ്ങൾക്കൊരു പാർപ്പിടം കിട്ടുവാൻ പോകുകയാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എന്നിട്ട് അവരുടെ കലക്കം മാറിയില്ല, അവരുടെ നിരാശ മാറിയില്ല. അത് മനസ്സിലാക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് പ്രയോജനം. പോകാൻ ഞാൻ കാര്യസ്ഥൻ വരികയില്ല. അവിടെ എത്തിയാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ, instead of sending cable, I will send the comforter. അവിടെ ചെന്നാൽ ഉടൻ ടെലഗ്രാമിന് പകരം ആശ്വാസപ്രദനെ അയക്കാം. എന്നിട്ടും അവരുടെ കലക്കം മാറിയില്ല. ഒരു പക്ഷേ
ശിഷ്യന്മാരുടെ ചോദ്യം, കർത്താവെ പോയിട്ട് വരുമ്പം വീട് കിട്ടും, അവിടെ ചെന്നാൽ ഉടൻ കേബിളിന് പകരം ആശ്വാസപ്രദനെയായിരിക്കും. നിരാശ മാറ്റുവാൻ ആശ്വാസപ്രദൻ, ഏകാന്തത മാറ്റുവാൻ കൂടെ പാർക്കുന്നവൻ, അജ്ഞത മാറ്റുവാൻ ഉപദേശിച്ചു നടത്തുന്നവൻ ആത്മാവിനെ അയക്കും. നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ വല്ലതും തന്നിട്ട് പോകുവാൻ നിന്റെ പക്കലുണ്ടോ? അവൻ പറഞ്ഞു, യെസ്, I have something to give you right now. I give my peace unto you. The peace which passeth all understanding. The peace which this world cannot give. What a great privileges. What a great privileges we have. But you have to remember one thing. നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പദവികൾ എത്ര ഉന്നതമാണോ അതിനനുസരിച്ച് ചില ചുമതലകൾ നിനക്കുണ്ട്, അതിനനുസരിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ നിനക്കുണ്ട്. ഒരു ദൈവവൈതലിന്റെ ഉത്തരവാദിത്വത്തിലേക്ക്, ചുമതലയിലേക്ക് വിരൽ ചൂണ്ടുന്ന അധ്യായമാണ് 15-ാം അധ്യായം. പക്ഷേ ആ അധ്യായം തുടങ്ങുന്നത് നിന്റെ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടല്ല. ഈ ലോകത്തിൽ വെച്ച് നിനക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും ഉന്നതമായ പദവി എന്താ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അധ്യായത്തിന്റെ ആരംഭം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാ, എന്റെ പിതാവ് തോട്ടക്കാരനാ. Do you know who you are? I am the true vine. But do you know who you are? You are the branch which was grafted unto the true vine by faith. വിശ്വാസത്താൽ നല്ല മുന്തിരിയോടുകൂടെ ഒട്ടിക്കപ്പെട്ടു ചേർത്ത ഒരു ബ്രാഞ്ചാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പദവി. അതാണ് നമ്മുടെ പദവി. അടിമത്തത്തിന്റെ നാട്ടിൽ മിസ്രൈമിൽ നാം ആയിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് നമ്മെ തേടി ദൈവകൃപ വന്നിട്ട് നാം ആയിരുന്ന സ്ഥാനത്ത് നിന്ന് നമ്മെ പറിച്ചെടുത്ത് ഫലവത്തായ കുന്നിൽ വന്ന് കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് നല്ലതുപോലെ കിളച്ച് തടമെടുത്ത് ചുറ്റും വേലികെട്ടി നല്ല നല്ല മുന്തിരിയോട് നിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് നിർത്തി. അതാണ് നിന്റെ വലിയ പദവി. പകൽക്കാലം നീ ദൈവത്തിന്റെ തോട്ടത്തിലായിരിക്കുന്നത് ദൈവകൃപ നിന്നെ തേടി വന്നതുകൊണ്ടാണ്. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന്റെ തോട്ടത്തിലായിരിക്കുന്നത് ദൈവകൃപ നീ ആയിരുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ പറിച്ചെടുത്തത് കൊണ്ടാണ്. You are here. You are in the garden of God, not by chance, but the Lord has graciously come unto you and plucked you out and grafted you. ലോകത്തിന്റെ ഒഴുക്കിനെ തൊഴുകി സംഭവങ്ങളുടെ കാറ്റടിച്ച് കരക്കടിഞ്ഞ് കിളിച്ചതല്ല നീ. ഒഴുക്കിനെ തൊഴുകി വന്ന നദിയിൽ ഒഴുക്കിനെ തൊഴുകി വന്ന അപ്പൂപ്പൻ താടി സൈസ് വിത്തുകള് കരക്കടിഞ്ഞ് കിളിച്ച് പമ്പയാറിന്റെയും കരമനയാറിന്റെയും ഒക്കെ തീരത്ത് പടന്നു പന്തലിച്ച് നിൽക്കുന്ന കാടും പടപ്പുകളുടെയും ഇടയിൽ അങ്ങനെ സംഭവങ്ങളുടെ ഒഴുക്കിനെ തൊഴുകി അടിഞ്ഞു വന്നവനല്ല നീ. നിന്നെ ആറ്റടികത്ത് നട്ടതാണ്. നിന്നെ ദൈവത്തിന്റെ തോട്ടത്തിൽ പറിച്ചുകൊണ്ട് നട്ടതാണ്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ തെരഞ്ഞെടുത്ത. തെരഞ്ഞെടുപ്പ് പോലും പിടി കിട്ടുന്നുണ്ടോ? നമുക്ക് എന്നെ പിടി കിട്ടുന്നില്ല. പെന്തിക്കോസുകാരനെ തോലിക്കാൻ പെന്തിക്കോസുകാരനെ ഓളിച്ചെന്ന് എന്നെ എന്തിനാ തെരഞ്ഞെടുത്ത്? ഈ തല്ലിപ്പൊളിയേ ഉള്ളൂ ദൈവത്തിൽ. എന്റെ തെരഞ്ഞെടുപ്പ് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല, പിന്നെ ലോകത്തിന് മനസ്സിലാവൂ? സ്തോത്രം. എന്താ ഈ ദൈവമക്കളെ കാണുമ്പോൾ നാട്ടുകാർക്ക് ചൊറിച്ചിൽ നിങ്ങൾക്കറിയാം? ഒരു വലിയ അലർജി ഉണ്ട് കേട്ടോ, ഡസ്റ്റ് അലർജി എന്ന് പറഞ്ഞൊരു അലർജി ഉണ്ട്. പൊടി അങ്ങോട്ട് ഇളകുമ്പോഴത്തേക്ക് ചിലർക്ക് തുമ്മലും ചീറ്റലും ചൊറിച്ചിലും എല്ലാം നടക്കും. ഇതുപോലെ ചിലർക്ക് ദൈവമക്കളെ കാണുമ്പോൾ വല്ലാത്ത അലർജിയാ. എന്താ ഇവന് ഇത്ര അലർജി? മഹാജ്ഞാനിയായ ശലോമോൻ പറയുന്നു, 4ന്റെ നിമിത്തവന് പൊറുക്കാൻ വയ്യ. എന്തൊക്കെ? 1, ദാസൻ യജമാനന്റെ സ്ഥാനത്ത് വരുമ്പോൾ, 2, ദാസി യജമാനത്തിയുടെ സ്ഥാനത്ത് വരുമ്പോൾ, 3, പട്ടിണിക്കാരൻ തിന്ന് നിറഞ്ഞ് ഏമ്പക്കം വിടുമ്പോൾ, 4, കണ്ടാൽ ഈനാം പേച്ചിയെ പോലെ ഇരിക്കുന്ന പെണ്ണിന് കല്യാണം ഉറയ്ക്കുമ്പോൾ. എന്താ ദൈവമക്കളെ കാണുമ്പോഴ് ലോകത്തിന് സഹിക്കാൻ വയ്യാത്തത്? അവൻ നമ്മെ തെരഞ്ഞെടുത്തു. അവൻ നമ്മെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി തെരഞ്ഞെടുത്തു. സ്തോത്രം. നിങ്ങളെന്നെ തെരഞ്ഞെടുത്തല്ല, ഞാൻ തെരഞ്ഞെടുത്തു. എന്തിന് തെരഞ്ഞെടുത്തു? 2 സ്വോത്രം ഒരു സൂത്രത്തിൽ പറഞ്ഞെങ്കിൽ പരുവത്തിൽ തട്ടിവിടാനാണോ എന്നെ തെരഞ്ഞെടുത്തത്? അല്ല. പോയി ഫലം കായ്പാ.
പോയി ഫലം കായ്പാ. സ്തോത്രം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. എപ്പോഴാണെന്നറിയോ? ഇലയുടെ ഇടയ്ക്ക് 2 മാങ്ങ വരുമ്പോഴത്തേക്ക് നമ്മൾ പൊങ്ങും. ഞാനും നീയും വിരളമായ ഫലോത്പാദനത്തിൽ പുകഴുമ്പോഴോ, ഞാനും നീയും വിരളമായ ഫലോത്പാദനത്തിൽ പ്രശംസിക്കുമ്പോഴോ, സ്വർഗസ്ഥനായ ദൈവം, നിന്നെ നട്ട ദൈവം, നിന്നെ തോട്ടത്തിലാക്കിയ ദൈവം പ്രമോദിക്കുന്നത് നീ വളരെ ഫലം കായ്ക്കുമ്പോഴാണ്. ഇന്ന് പകൽക്കാലം അവൻ പണ്ടേ സമ്പാദിച്ച അവന്റെ മരക്കൂട്ടത്തിന്റെ നടുവിലേക്ക്, അവൻ തന്റെ രക്തം കൊടുത്ത് സമ്പാദിച്ച അവന്റെ മരക്കൂട്ടത്തിന്റെ നടുവിലേക്ക് അവൻ ഇറങ്ങി വന്നിരിക്കുന്ന ബായ് ബായ് പറഞ്ഞേക്ക് പോകാനല്ല. തെല്ലിക്കാറ്റെ വരിക, വടതിക്കാറ്റെ വീശുക. പ്രിയൻ തോട്ടത്തിലുണ്ട്. പ്രിയന് പ്രബോധമായ ഫലങ്ങൾ അനുഭവിക്കുവാനിടയായി മാറണം. പകൽക്കാലം നിന്റെ നടുവിൽ ഉലാവുന്ന ദൈവപുത്രന് പ്രമോദമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? പരമാർത്ഥ മനസ്സിന്റെ നേരെ ദൈവാത്മാവ് വിരൽ ചൂണ്ടുവാൻ തുടങ്ങുകയാണ്. ഒരുപാട് പ്രാവശ്യം നീ കേട്ടിട്ടുള്ള പ്രസംഗമാണിത്. വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുവാൻ തുടങ്ങുകയാണ്. ഫലം കായ്ക്കേണ്ട വിവിധ മണ്ഡലങ്ങളുണ്ട്. There are many areas wherein which we have to bear fruits. എന്നാൽ ഈ അധ്യായത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ 3 മണ്ഡലങ്ങൾ ചൂണ്ടിക്കാണിക്കാം. You may divide the chapter into 3 main divisions by asking a question: who is a child of God? Who is a child of God? The number 1 answer is he is the disciple of Christ. Verse 1 to 8. Who is a child of God? He is the friend of Jesus Christ. Verse 9 to 17. Who is a child of God? He is a witness of Jesus Christ. Verse 18 to 27. ദൈവ പുത്രനായ ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന നിലയിൽ നീ ഫലം കായ്ക്കണം. യേശുവിന്റെ സ്നേഹിതൻ എന്ന നിലയിൽ നീ ഫലം കായ്ക്കണം. യേശുവിന്റെ സാക്ഷി എന്ന നിലയിൽ നീ ഫലം കായ്ക്കണം. കർത്താവ് പറഞ്ഞു തുടങ്ങിയ, കർത്താവ് നൽകിയ മനോഹരമായ അനാളജി ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു കൊമ്പ് മുന്തിരി വള്ളിയോട് പറ്റി നിന്നിട്ട് മുന്തിരിക്ക് യോഗ്യമായ ഫലം കായ്ക്കുന്നത് പോലെ നിങ്ങൾ എന്നോട് പറ്റി നിന്നിട്ട് എനിക്ക് യോഗ്യമായ ഫലം കായ്ക്കണം. മുന്തിരിവള്ളിയോട് പറ്റി നിൽക്കുന്ന കൊമ്പിൽ അതിനാവശ്യമായ സാപ്പ്, അതിനാവശ്യമായ എനർജി നല്ല മുന്തിരിയുടെ വേരുകളിൽ നിന്ന് കടന്നു ചെല്ലുന്നതാണ്. അതുകൊണ്ട് മുന്തിരിയുടെ ബ്രാഞ്ചിൽ ഒരിക്കലും ഞെരിഞ്ഞിലുണ്ടാകാറില്ല. വേര് വിശുദ്ധമാണെങ്കിൽ കൊമ്പുകൾ വിശുദ്ധമായിരിക്കും. സ്തോത്രം, സ്തോത്രം. മുന്തിരിവള്ളിയിൽ ഒരിക്കലും ഞെരിഞ്ഞിലുണ്ടാകാറില്ല. മുന്തിരിവള്ളിയിൽ നിന്ന് മുന്തിരിങ്ങ മാത്രമേ കായ്ക്കൂ. കാരണം അതിന്റെ വേരുകൾ വിശുദ്ധമാണ്. വേരിൽ നിന്ന് കടന്നു വരുന്ന സാപ്പ് എനർജി മുന്തിരിങ്ങ കായ്ക്കുവാൻ പര്യാപ്തമായ നിലയിലുള്ളതാണ്. കർത്താവ് പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. Hallelujah. Just as a branch abideth in the vine, you have to abide in me so that you may bear fruits. Hallelujah. Hallelujah. ശിഷ്യൻ എന്ന നിലയിൽ നിനക്ക് എങ്ങനെ ഫലം കായ്ക്കുവാൻ കഴിയും? നീ അവനോട് പറ്റി നിൽക്കണം. നീ അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി മാറണം. ആ സ്വഭാവത്തിനനുസരിച്ചുള്ള ഫലം നീ കായ്ക്കണം. In other words, you have to bear fruits in Christian character. You are known by your being. നിന്റെ വ്യക്തിത്വത്തിൽ നീ ആരാണെന്ന് ആദ്യം തെളിയിക്കണം. നാട്ടുകാർ നിന്നെ മനസ്സിലാക്കുന്നത്, നീ എന്റെ ശിഷ്യനാണെന്ന് അറിയുന്നത് ഇല കണ്ടല്ല. ഉച്ചത്തെ തിരിച്ചറിയുന്ന ഇല കളിപ്പിക്കും. ഒത്തിരി പേരെ ഇല കളിപ്പിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ നാഥനായ കർത്താവിനെ കളിപ്പിച്ചത് അത്തിയല. യേശുവിനെ കളിപ്പിക്കാൻ അത്തിയലയ്ക്ക് കഴിയുമെങ്കിൽ നാട്ടുകാരെ കളിപ്പിക്കാൻ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞ് നമുക്ക് കഴിയാതിരിക്കുമോ? ഇല കളിപ്പിക്കും. എന്നാൽ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയണം.
ഉച്ചത്തെ ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്. നീ ആരാണെന്ന് നിന്റെ ഫലം കൊണ്ടാണ് തിരിച്ചറിയേണ്ടത്. പക്ഷേ എങ്ങനെയാണ് ഫലം കായ്ക്കുന്നത്? നിന്റെ വ്യക്തിത്വത്തിലാണ്. മുന്തിരി വള്ളിയോട് പറ്റി നിൽക്കുന്ന ബ്രാഞ്ചിന് അതിന്റെ തനതായ ഒരു വ്യക്തിത്വമുണ്ട്. അത് മുന്തിരിയുടെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് മുന്തിരിങ്ങായി അതിൽ കായ്ക്കും. ക്രിസ്തുവിനോട് പറ്റി നിൽക്കുന്ന ദൈവവൈതന് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുയോജ്യമായ ഫലം മാത്രമേ കായ്ക്കുവാൻ കഴിയൂ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവന് ക്രിസ്തുവിന്റെ മനസ്സ് മാത്രമേ വെളിപ്പെടുത്തുവാൻ കഴിയുള്ളൂ. മനസ്സിലാക്കാൻ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങളോട് ഉദാഹരണം ഞാൻ പറയാം. രണ്ടാം ലോകമഹായുദ്ധം ബ്രിട്ടൻ വിവിധ യുദ്ധ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടും ജയിക്കുന്നില്ല. പല ബാറ്റിൽ സ്ട്രാറ്റജീസ് അവർ ഉപയോഗിച്ചു നോക്കി. പക്ഷേ ഒന്നിലും ജയിക്കുന്നില്ല. കാരണം എന്ത്? ഇവരേത് തന്ത്രം ഉപയോഗിക്കാൻ നോക്കിയാലും അതിനു മുമ്പേ ശത്രുക്കളെ അറിഞ്ഞിരിക്കും. അതിനു മുമ്പേ അറിഞ്ഞിരിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സൈന്യ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി. അവരോട് പറഞ്ഞു, കള്ളൻ കപ്പലിലാണ്, അവനെ പിടിക്കാതെ പറ്റൂല. ജർമ്മൻ ചാരന്മാർ ഇംഗ്ലണ്ടിന്റെ തെരുവീതിയിൽ സ്വൈരവികാരം നടത്തുമ്പോൾ, നമ്മുടെ സ്ട്രാറ്റജീസ് മുഴുവൻ ചോർത്തിയെടുക്കുമ്പോൾ വിജയം സാധ്യമല്ല. വിജയിക്കണമോ? ജർമ്മൻ ചാരന്മാരെ പിടിക്കണം. പക്ഷെ ഒരു പ്രോബ്ലം. എങ്ങനെ പിടിക്കാം? തൊലിപ്പുറത്ത് ഇംഗ്ലീഷുകാരും സാഹിബും ജർമ്മൻകാരും സാഹിബും ഏതാണ്ട് ഒരുപോലെ. പിന്നെ ഭാഷയിലാ പഠിക്കണ്ടേ? ചാരനായി വരുന്ന ജർമ്മൻ ചാരൻ അവൻ ചറവറായി ഇംഗ്ലീഷ് പറയുന്നവനാണ്. അപ്പൊ പിന്നെ എങ്ങനെ പിടിക്കും? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു, നിങ്ങൾ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഒരുത്തന് സംശയം തോന്നിയാൽ ചേർന്ന് നടക്കണം. നിങ്ങളുടെ ഉള്ളം തുറന്ന് അവനോട് സംസാരിക്കണം. സംസാരിച്ച് അവനെ അങ്ങ് പാട്ടിലാക്കണം. അവൻ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങണം. അങ്ങനെ ശരിക്ക് നിങ്ങളോട് വലിയ സുഹൃത്ത് ബന്ധത്തിൽ ശരിക്കും ഒരു റിസർവേഷനും കൂടാതെ നിങ്ങളോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയെന്ന് നിങ്ങൾക്ക് ബോധ്യമായി കഴിയുമ്പോൾ അവൻ അറിയാതെ ഒരു തൊഴി അവനിട്ട് കൊടുക്കണം. എന്ത് കുഴപ്പമെന്നാണ് ഞാൻ ഏറ്റവും ഒരു തൊഴി കൊടുത്തേക്കാം. ജർമ്മൻകാരനാണെങ്കിൽ ഓർക്കാപ്പുറത്ത് തൊഴി കയറുമ്പോൾ എടുത്ത വായിലെ ജർമ്മൻ ഭാഷയിൽ തെറി വിളിച്ചിരിക്കും. ഉടനെ അവന്റെ ഗൽത്തായിട്ട് വിളിച്ചോളൂ. അതാ മാർഗം. അതുവരെ അവൻ ചറവറ ഇംഗ്ലീഷ് പറയും. എന്നാൽ ഓർക്കാപ്പുറത്ത് തൊഴി കയറുമ്പോൾ ഉള്ള ഭാഷ പുറത്തു വരും. ചറവറ അന്യഭാഷ പറയും നീ. പക്ഷെ ഓർക്കാപ്പുറത്ത് തൊഴി കയറുമ്പോൾ നീ പറയുന്ന മറുഭാഷ വെച്ച് നാട്ടുകാർ നിന്നെ പിടിക്കും. You understand? Are you with me? ശരിക്കും നിനക്ക് അന്യഭാഷ പറയാനൊക്കെ നാട്ടുകാരെ കളിപ്പിച്ച് പെണ്ണിക്കോസുകാരനായിട്ട് നിനക്ക് നടക്കാം. എന്നാൽ നീ ഓർക്കാപ്പുറത്ത് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കഴിയുമ്പോൾ നിന്റെ വായിൽ നിന്ന് വരുന്ന മറുഭാഷ വെച്ചായിരിക്കും നാട്ടുകാർ നിന്നെ അളക്കുന്നത്. എന്തുകൊണ്ടാ? യവൻ ഈ ജർമ്മൻ ഭാഷ പറഞ്ഞു. അവന്റെ ബ്ലഡിൽ അവൻ ജർമ്മനാ. യവൻ എത്രയെല്ലാം ഒളിച്ചു കളി നടത്തിയാലും എത്രയെല്ലാം സ്മൂത്തായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാലും യവന്റെ ബ്ലഡിൽ അവന്റെ ബീയിങ്ങിൽ അവൻ ജർമ്മൻ ആയതുകൊണ്ട് ഓർക്കാപ്പുറത്ത് തൊഴി കയറുമ്പോൾ അതേ വരുത്തുള്ളൂ. സ്തോത്രം. ദൈവവൈതലേ, നിന്റെ വ്യക്തിത്വത്തിൽ നീ ആരാണെന്ന് ലോകം അറിയത്തക്കവണ്ണം ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് നീ കൂട്ടാളിയായിട്ട് മാറണം. ആത്മാവിന്റെ ഫലമോ? ആത്മാവിന്റെ ഫലമോ എത്ര ഉണ്ട്? 9 അല്ലേ? ഫലങ്ങളില്ലല്ലോ. Not fruits, rather fruit. The fruit of the spirit. ഗ്രീക്കിൽ കുറെ കൂടെ വ്യക്തമാണ്. കാർപ്പോസ് കന്യൂമ. ഗ്രീക്ക് ഭാഷയിൽ ഒരു വാക്ക് ഒമൈക്രോൺ സിഗ്മയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ, ഓമക്രോൺ സിഗ്മയിൽ ഒരു വാക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്തു തുടങ്ങേണ്ടത് ഏക. ആത്മാവിന്റെ ഏക ഫലമോ? സ്നേഹം, സന്തോഷം, സമാധാനം. അതുപോലെ ഉദ്ദേശിച്ചുണ്ടല്ലോ ഇതിന്. സ്തോത്രം. Yes, there are 9 manifestations, but only one fruit. Only one fruit. Only one fruit. ഓറഞ്ച് ഒന്നാണേലും അല്ലി 12. ബ്രിഞ്ചാൾ ഒന്നാണേലും കവട്ട 7 ഒട്ടുള്ള ബ്രിഞ്ചാൾ കണ്ടിട്ടുണ്ടോ? നടുക്കത്തെ കവട്ട വലുതായിരിക്കും, മുകളിൽ 6 ചെറിയ മുട്ടും കാണും. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ബാക്കി 8 നോക്കിക്കോ, സ്നേഹത്തിന്റെ പ്രദർശനമാണ്. സ്നേഹമുണ്ട്, സന്തോഷം കൂടെ കാണും. സ്നേഹമുണ്ട്, സമാധാനം ഉണ്ടായിരിക്കും. സ്നേഹമില്ല ഉണ്ടെങ്കിൽ പരോപകാരം അവിടെയുണ്ട്. സ്നേഹമുണ്ടെങ്കിൽ ദയ അവിടെയുണ്ട്. സ്തോത്രം. സ്നേഹമില്ലെങ്കിൽ വിശ്വസ്തത എവിടെ നിന്ന് മുളയ്ക്കും? സ്നേഹമില്ലെങ്കിൽ സൗമ്യത എവിടെ നിന്ന് ഉണ്ടാകും?
സ്തോത്രം. എങ്ങനെ ഇരിക്കുന്ന ചായ സ്നേഹം? Amen. Glory. Hallelujah. Stotram. സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹമേ, സകലമല്ല, സകല വിശുദ്ധന്മാരോടുമുള്ള Hallelujah. Stotram. Stotram. Hallelujah. ആത്മാവിന്റെ ഫലം സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. സ്തോത്രം. ചിലർക്ക് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സ്പിരിറ്റ് അങ്ങ് കയറി മുഴുത്തിരിക്കുക. Hallelujah. ചിലർക്ക് ചർച്ച് ഓഫ് ഗോഡിന്റെ സ്പിരിറ്റ് അങ്ങ് മൂത്തു, ചിലർക്ക് IPCയുടെ സ്പിരിറ്റ് അങ്ങ് മൂത്തു, ചിലർക്ക് UPCയുടെ കയറി അങ്ങ് മുഴുത്തിരിക്കുക. സ്തോത്രം. സകല വിശുദ്ധന്മാരോടുള്ള ഒരു സ്നേഹം ഇരിക്കുന്നു. Hallelujah. അതങ്ങ് പോട്ടെ. ഈ 4 ഭിത്തിക്കകത്തുള്ള വിശുദ്ധന്മാരെ അങ്ങനെയുള്ള സ്നേഹം ഇരിക്കുന്നു. അത് വന്ന് പോട്ടെ. നിന്റെ ഇടത്തും വലത്തും മുമ്പിലും പുറകിൽ ഇരിക്കുന്നു നോക്കിയേ, Hallelujah. ഒന്ന് നോക്കിയേ. എങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞേ. Amen. Glory. Hallelujah. എങ്ങനെ ഇരിക്കുന്നു നീ ഒന്ന് പറഞ്ഞേ. നീ ഒന്ന് പറഞ്ഞ നിന്നെ തൊട്ടും ഇടത്തും വലത്തും മുമ്പിൽ പുറകെ ഇരിക്കുന്നവരെ നോക്കി ഓ ഞങ്ങളെ കുഴപ്പമൊന്നുമില്ല, അവരെ കണ്ടാൻ മിണ്ടത്തില്ലെന്ന് മാത്രമേ. നീ പോക്ക. Amen. Glory. Hallelujah. Stotram. Stotram. സ്തോത്രം. Stotram. Praise. എന്തുകൊണ്ട് നമുക്ക് സുവിശേഷത്തിന്റെ സത്യവുമായിട്ട് ജനസമൂഹത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്നില്ല? നിന്റെ സ്നേഹമില്ലായ്മ എല്ലായിടത്തും പ്രസിദ്ധമാണ്. Glory. Hallelujah. Stotram. 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 Hallelujah. 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 പലരുടെയും പല സ്പിരിറ്റുകൾ കയറിയിട്ട് അന്യോന്യം കാണുവാൻ കഴിയാത്ത വിശുദ്ധന്മാര്. Hallelujah. Stotram. 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 നാം ക്രിസ്തീയ സ്വഭാവത്തിൽ ഫലമുള്ളവരായി മാറണം. Amen. Glory. നാം Hallelujah. ക്രിസ്തീയ സ്വഭാവത്തിൽ ഫലമുള്ളവരായി മാറണം. വിശദീകരിക്കുവാൻ എനിക്ക് സമയമില്ല. നെക്സ്റ്റ്, who is a child of God? He is a friend of Jesus Christ. Hallelujah. അവൻ യേശുവിന്റെ സ്നേഹിതനാണ്. യേശു എന്താണ് പറഞ്ഞത്? ഞാൻ എന്റെ പിതാവിനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകൾ പ്രമാണിക്കുമെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ എന്ന് ലോകമറിയും. You are known by your doings. You are known by your doings. Hallelujah. Hallelujah. Stotram. Thank you, Jesus. നാം ചെയ്ത സൽപ്രവർത്തികളാൽ അല്ല നാം രക്ഷിക്കപ്പെട്ടത്. Amen. Glory. പക്ഷെ നീ Hallelujah. രക്ഷിക്കപ്പെടുന്നുള്ളതിന് എന്നാ തെളിവ്? Hallelujah. Stotram. നിന്റെ സൽപ്രവർത്തികളാണ്. Amen. Glory. Hallelujah. കണ്ടാലും സകലതും പുതുതാ. സ്തോത്രം. എല്ലാരും കേൾപ്പിക്കാൻ നടക്കുക. അല്ല ഇവിടെ പറയുന്നത് കണ്ടാലും എന്നാ. സ്തോത്രം. Behold, everything is new. Everything. Hallelujah. Stotram. Stotram. നാം ദൈവിക പരിജ്ഞാനത്തിനായി വളർന്ന് സകല സൽപ്രവർത്തികളിലും ഫലം കായ്ച്ചു തികഞ്ഞവരായി മാറേണം എന്നാണ് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നാം സൽപ്രവർത്തികളിൽ ഫലമുള്ളവരാകണം. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ആ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. Praise the Lord. Hallelujah. Stotram. You are known by your doings. Hallelujah. Stotram. Praise the Lord. വിശദീകരിക്കുവാൻ എനിക്ക് സമയമില്ല. ഞാൻ കമ്പിവാദികൾ പോകട്ടെ. ഞാൻ ആ ഭാഗം ഒറ്റ വാചകത്തിൽ സംക്ഷേപിക്കണം. Hallelujah. സ്തോത്രം. Stotram. Praise. പ്രിയമുള്ളവരെ, എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം ചെയ്യുവീൻ, അവകാശ പ്രതിഫലമായി തരും. സ്തോത്രം. എന്ത് ചെയ്താലും കർത്താവിനെന്നവണ്ണം ചെയ്യണം. സ്തോത്രം. സ്തോത്രം. നീ ഒരുവന്റെ പ്രവർത്തനത്തെ അളക്കേണ്ടത് അവൻ ആരാ, ഏത് കുടുംബക്കാരന, എന്തോ ആറ്റിറ്റ്യൂഡ്, ഇത് നോക്കിയല്ല അവൻ ആർക്കു വേണ്ടി ചെയ്യുന്നു എന്ന് നീ നോക്കണം. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന അവൻ ചെയ്യുമ്പോൾ ഞാൻ അവന്റെ കാലുവാരിയല്ല, ഞാൻ അവന് തുണയായി നിൽക്കുമെന്ന് പറയുവാൻ നിനക്ക് കഴിയണം. ഹല്ലേലൂയ. നാം സൽപ്രവർത്തികൾ ഫലമുള്ളവരായി മാറണം. നാം സൽപ്രവർത്തികൾ ഫലമുള്ളവരായി മാറണം. കർത്താവ് പറഞ്ഞു, ജാതികൾ നിങ്ങളുടെ സൽപ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. വിളക്ക് കത്തിച്ചാലും പറയിൽ കീഴ് വെക്കാറില്ല, വിളക്ക് കത്തിച്ചാലും കട്ടിൽ കീഴ് വെക്കാറില്ല. എല്ലാവർക്കും പ്രകാശിക്കേണ്ടത് തണ്ടിന്മേൽ അത്ര വെക്കേണ്ടത്. You are lighted to lighten, you are saved to serve. സൽപ്രവൃത്തികളിൽ ഫലമുള്ളവരായിട്ട് മാറണം. സമയം എന്നെ അനുവദിക്കുന്നില്ല. Who is a child of God? Who is a child of God? He is my witness, Jesus says. നീ എന്റെ സാക്ഷിയാണ്. നീ എന്റെ സാക്ഷിയാണ്. ആദ്യം മുതൽ നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. ഈ വഴിയെ പോകുന്നവനെ എല്ലാവരും പിടിച്ച് നല്ല പാസ്റ്റർമാരും സഭയെ കെട്ടി പ്രസംഗിപ്പിക്കാറില്ല. ഒന്നിൽ അവനെ ശരിക്കും അറിഞ്ഞിരിക്കണം. അറിയാൻ വയ്യാത്തവർ അപരിചിതനാണെങ്കിൽ നല്ല പാസ്റ്റർമാർ ചോദിക്കും, ഡു യു ഹാവ് എ ക്രെഡൻഷ്യൽ വിത്ത് യു?
ക്രെഡൻഷ്യൽ കിട്ടിയോ? എല്ലാവരും സാക്ഷ്യം പറയാൻ അവകാശമില്ല. സാക്ഷ്യം പറയാൻ എല്ലാവർക്കും അവകാശമില്ല. സാക്ഷ്യം പറയണമെങ്കിൽ പ്രത്യേക ക്രെഡൻഷ്യൽ വേണം. ഒന്ന്, നീ അവന്റെ ശിഷ്യൻ എന്ന് നിന്റെ സ്വഭാവത്തിലൂടെ തെളിയിക്കണം. രണ്ട്, നീ അവന്റെ സ്നേഹിതനെന്ന് നിന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കണം. അപ്പോൾ മാത്രമേ നിന്റെ സാക്ഷ്യത്തിലൂടെ നീ ആരാണെന്ന് തെളിയിക്കുവാൻ കഴിയൂ. Then only you can be known by your speaking. Be known by your being. Be known by your doing. Then you can be known by your speaking. Praise the Lord. Hallelujah. ആർക്കാ സാക്ഷ്യം പറയാം? ക്രെഡൻഷ്യൽ എല്ലാവർക്കും പറയാൻ അവകാശമില്ല. സ്തോത്രം. എപ്പോഴും എന്റെ കണ്ണ് അങ്ങോട്ടേക്ക് പോകുന്നത് എനിക്ക്. Praise the Lord. Time. നമ്മുടെ കാലം ട്രാൻസ്പ്ലാന്റിങ്ങിന്റെ കാലമാണ്. പണ്ട് പറയുമായിരുന്നു രണ്ട് കാര്യത്തിനേ ഉള്ളൂ മരുന്നില്ലാത്തത്. ഒന്ന് കുശുമ്പിനും മറ്റത് കഷണ്ടിക്കാണ്. ഇപ്പൊ കഷണ്ടിക്കുണ്ട്, കഷണ്ടിക്ക് മരുന്നുണ്ട്. കുശുമ്പിന് മാത്രമേ ഉള്ളില്ലാത്തത്. അതിനി കണ്ടുപിടിക്കാനും പോകുന്നില്ല. കുശുമ്പിന് മരുന്നില്ല, കഷണ്ടിക്കുണ്ട്. കഷണ്ടിയുടെ മരുന്ന് ഇന്നലെ മരുന്ന് തുടങ്ങിയില്ല. അത് പണ്ടേ നമ്മുടെ വലിയ പച്ചന്മാർ കൃഷിക്കാരായിരുന്നവർക്ക് അറിയാമായിരുന്നു. മൂട് കൂടുതലുള്ളിടത്തേക്ക് ഇല്ലാത്തിടത്ത് നിന്ന് പറിച്ചു വെക്കുന്ന ഒരു പരിപാടി ഞാറ് നടുമ്പോൾ. ഒരു കാര്യം ഞാൻ പറയാം, മുടി മാത്രമല്ല ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, ശരീരത്തിന്റെ എല്ലാ കാർഡിയൽ അവയവങ്ങളും മാറ്റാറുണ്ട്. ഇല്ലേ? തൊക്ക് മാറ്റി വെക്കാം, പല്ല് മാറ്റി വെക്കാം, ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ഹൃദയം മാറ്റി വെക്കാം, കണ്ണ് മാറ്റി വെക്കാം, കിഡ്നി മാറ്റി വെക്കാം, ഞരമ്പ് മാറ്റി, എന്തുവാ മാറ്റി വെക്കാം? ഒക്കത്തെ സകലത് മാറ്റി വെക്കാം. ഇപ്പം ഈ ട്രാൻസ്പ്ലാന്റിന്റെ കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. ചിരിക്കരുത്, ചിന്തിക്കാനാ പറയുന്നത്. ഞാൻ മലയാളത്തിൽ പറയുന്നതുകൊണ്ട് രക്ഷ, കാരണം പിള്ളേരെ നീ ചിരിക്കത്തില്ലല്ലോ. നിങ്ങൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു സ്ട്രീറ്റിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഒരാള് ഓടിഞ്ഞോട്ട് വന്ന് നിങ്ങളുടെ തോളിൽ തട്ടിയിട്ട് ചോദിക്കുക, ഹലോ മിസ്റ്റർ, ഹൗ ഈസ് യുവർ കിഡ്നി വർക്കിംഗ് നൗ? വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? നീ പെന്തിക്കോസുകാരനായതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോകും അല്ലേ? അല്ലേ? നീ സാക്ഷാ പെന്തിക്കോസുകാരനാണേ അവൻ രക്ഷപ്പെട്ടു പോകും, ഇല്ലെങ്കിൽ അവൻ അനുഭവിച്ചു. വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? നമ്മളൊന്നും പറയത്തില്ലെങ്കിലും നമ്മുടെ മനസ്സിലെങ്കിലും ഒരു റിയാക്ഷൻ വരും. ഹലോ, മൈൻഡ് യുവർ ഓൺ ബിസിനസ് ആൻഡ് ഗോ. വൈ? ഈ മനുഷ്യന് എന്റെ കിഡ്നി എങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹൂ ആർ യു? ഹൂ ആർ യു? ആ ചോദ്യം ചോദിക്കുവാൻ ഒരു അവകാശമില്ലാത്ത മനുഷ്യനാണവൻ. എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ, എന്റെ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. വിജയകരമായി ശസ്ത്രക്രിയ നടത്തി എന്റെ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആ വലിയ ഡോക്ടർ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷെ അദ്ദേഹം എന്നെ കണ്ടു. ഓടി എന്റെ അടുക്കലേക്ക് വന്നു, എന്റെ തോളിൽ തട്ടി, ഹലോ മിസ്റ്റർ വൈദ്യൻ, ഹൗ ഈസ് യുവർ ഹാർട്ട് ബീറ്റിംഗ് നൗ? You know what will be my reaction? Thank you, doctor. It's all right. Thank you, doctor. എന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് തുളുമ്പുവാൻ തുടങ്ങും. Thank you, doctor. എനിക്ക് എത്ര താങ്ക് യു പറഞ്ഞാലും അങ്ങോട്ട് മുഴുക്കൂല. എന്താ കാര്യം? എന്നോട് ചോദിക്കാൻ അർഹതയുള്ളവരാ ചോദിക്കുന്നത്. സ്തോത്രം. പലരോടും ഒക്കെ ചെന്ന സഹോദരി, കർത്താവ് എല്ലാ പ്രശ്നത്തിനും പരിഹാരിയാ, പാവമൊക്കെ ക്ഷമിച്ചു തരും, നിന്റെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നവും കർത്താവ് പരിഹരിച്ചു തരും, നിന്റെ രോഗമൊക്കെ സൗഖ്യമാക്കും എന്നൊക്കെ പറയുമ്പോൾ അവള് തിരിഞ്ഞ് എന്ന് ചോദിക്കല്, നീ ആരാണ് ഇതൊക്കെ പറയാനെന്ന്? നീ ആരാണ് ഇതൊക്കെ പറയാനെന്ന് തിരിഞ്ഞ് നോക്കി ചോദിക്കാനിടയായത്. ആദ്യം മുതൽ നിങ്ങൾ എന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട് സാക്ഷ്യം പറയുകയും. Praise the Lord. Praise the Lord. നിന്റെ വ്യക്തിത്വത്തിൽ നീ ആരാണെന്ന് തെളിയിക്കണം, നിന്റെ പ്രവൃത്തിയിൽ നീ ആരാണെന്ന് തെളിയിക്കണം. അത് കഴിഞ്ഞിട്ട് നീ പോയി ഫലം കായ്ക്കണം.
പോയി വന്ന് കഴിക്കണം. വന്ന് കഴിക്കാൻ നമ്മളൊക്കെ മിടുക്കന്മാരാ. സമയം ഇല്ലേലും നമ്മള് 4, 5, 8 മിനിറ്റ് ഒക്കെ ശരിക്കും കഴിച്ചിട്ടേ ഇരിക്കത്തുള്ളൂ. സ്വന്തം അല്ലല്ല. നമുക്ക് ചില അമ്മച്ചിമാർ നമ്മുടെ നാട്ടില് കർത്താവിന്റെ ദാസന്മാരൊക്കെ എഴുന്നിട്ട് വളരെ പ്രത്യേകമായിട്ട് കർത്താവിന്റെ വലിയ ദാസന്മാർ 3-4 പേര് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് സാക്ഷ്യം പറയാൻ അധിക സമയമൊന്നുമില്ല. പാട്ടാരും പാടരുത്. 1-2 വാക്യങ്ങൾ അത്യാവശ്യമായിട്ട് വല്ല പ്രാർത്ഥന റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയുമ്പോൾ ചില അമ്മച്ചിമാർ എഴുന്നേറ്റ് ചോദിക്കും, എനിക്ക് സാക്ഷ്യം പറയുന്നു, പറഞ്ഞെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഈ ആഴ്ച മുഴുവൻ എനിക്ക് വല്ലാത്ത തലവേദനയായിരിക്കും. അതെന്റെ അനുഭവം. സാക്ഷ്യം പറഞ്ഞില്ല പിന്നെ ഈ ആഴ്ച മുഴുവൻ എനിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് പാസ്റ്റർ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അല്പം ഒന്ന് പറഞ്ഞു വെച്ചിരിക്കാം. ഈ അമ്മച്ചിക്ക് ഒരു ദിവസം സാക്ഷ്യം പറഞ്ഞില്ലേ, സഭായോഗത്തിന് സാക്ഷ്യം പറഞ്ഞില്ലേ, തലവേദനയാണ്. ഈ അമ്മച്ചിയുടെ കിഴിക്കേക്കാരിയോടും പടിഞ്ഞേറ്റക്കാരിയോടും തെക്കേക്കാരിയോടും വടിക്കേക്കാരിയോടും കഴിഞ്ഞ 25 വർഷമായി അവർ രക്ഷിക്കപ്പെട്ടിട്ടും ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. ആ അമ്മച്ചിക്ക് ഒരു ചക്കുവേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. സാക്ഷ്യം ഇതിനകത്ത് പറയാനുള്ള അല്ല എന്റെ സഹോദര. ശക്തനായവൻ നിനക്ക് വലിയവ ചെയ്തതിന് ദൈവജനത്തിന് മുൻപാകെ സ്തോത്രം പറയുവാൻ നിനക്കൊരവസരമുണ്ട്. ഇവിടെ ദൈവത്തെ സ്തുതിക്കുവാൻ നിനക്കൊരവസരമുണ്ട്. എന്നാൽ സാക്ഷ്യം പുറത്താണ്. സാക്ഷ്യം പോയി പറയുവാനുള്ളതാണ്. നിന്റെ സഹോദരങ്ങളോട്, നിന്റെ കൂടെ പ്രവർത്തിക്കുന്നവരോട്, നിന്റെ ചുറ്റുപാടുമുള്ളവരോട് ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുകയാണ്. സന്തോഷിപ്പിച്ച വാക്യം കിട്ടാൻ നമ്മുടെ പലർക്ക് സന്തോഷിപ്പിച്ച വാക്യം കിട്ടുന്ന അത് വായിക്കുമ്പോൾ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ചാക്കോച്ചാന്റെ ചങ്കിനത് കാരണമല്ലോ. നമ്മളെ പലരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ആ വാക്യം ഇൻഡയറക്റ്റ് ആയിട്ട് മുമ്പിലോ പുറയിൽ ഇരിക്കുന്ന സഹോദരിക്കൊന്ന് കയറിയാലേ നമുക്ക് പറ്റുമല്ലോ. ആ വാക്യം കണ്ടുപിടിക്കാൻ എന്ത് പ്രയാസം എന്നറിയോ. ഒത്തിരി തപ്പിയിട്ടും കിട്ടാതെ വരുമ്പോ പിന്നെ പറയും, ഓഹോ നല്ലവൻ നിരൂപിച്ചറിയ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. മൂടാ മൂടാ. നീ ഉറുമ്പിന്റെ അടുക്ക പോയി ബുദ്ധി പഠിക്കുക. ഉറുമ്പ് വേനൽക്കാലത്ത് അതിന്റെ ആഹാരം ചോദിച്ചു. സ്തോത്രം. നല്ല രുചിയുള്ള ബിസ്ക്കറ്റ് രുചിച്ചറിഞ്ഞ് ക്യാമ്പസിൽ ചെന്ന് ഉറുമ്പിൻ കൂട്ടത്തിന്റെ നടുവിൽ സഭായോഗത്തിൽ സന്തോഷിപ്പിച്ച വാക്യം ഈ തലേനുറുമ്പ് പറഞ്ഞാൽ, ഉറുമ്പിൻ കൂട്ടമേ ബിസ്ക്കറ്റ് നല്ലതാണെന്ന് രുചിച്ചറിയേ എന്ന് പറഞ്ഞാൽ, ആ ഉറുമ്പിന്റെ പുറകെ വരാൻ ആർമി ഓഫ് ആൻസ്, ഒരു സൈന്യ ഉറുമ്പുണ്ടായിരിക്കും. ഒരു സൈന്യ ഉറുമ്പുണ്ടായിരിക്കും. നീ 25 വർഷം കൊണ്ട് 28 വർഷം കൊണ്ട് 13 വർഷം കൊണ്ട് പറഞ്ഞതാ കർത്താവ് നല്ലവനായി രുചിച്ചറിയാൻ. നിന്റെ പുറകെ ഈ കർത്താവിനെ രുചിച്ചറിയാൻ വന്ന ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നിന്റെ സഹോദരി ഇപ്പൊ എവിടെയാ? നിന്റെ സഹോദരൻ ഇപ്പൊ എവിടെയാ? നിന്റെ കൂടെ പ്രവർത്തിക്കുന്നവൻ ഇപ്പൊ എവിടെയാ? ഈ ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നീ പോയി സാക്ഷ്യം പറയണം. നിന്റെ സഹോദരൻ എവിടെയെന്ന് ചോദിക്കുമ്പം ഈ കൈയിന്റെ കണക്ക് മോന്തയെ വെപ്പിച്ച് അവിടെ ഇരുന്നാൽ പോരാ. സ്തോത്രം. ഞാൻ അവന്റെ കാവൽക്കാരനാണോ എന്ന് ചോദിച്ചാൽ പോരാ. അതെ, നീ അവന്റെ കാവൽക്കാരൻ തന്നെയാണ്. കാവൽക്കാരി തന്നെയാണ്. നിന്നെ കാവൽക്കാരിയാക്കി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ രക്തം നിന്നോട് ചോദിക്കും. ആത്മാക്കളെ നേടുന്നതിന് വേണ്ടി നീ പോകണം. രണ്ട് സ്വോത്രം ഒരു സൂത്രത്തിൽ പറഞ്ഞ് 2 അന്യഭാഷയും ജലപറ തട്ടിപ്പിട്ടു പിടിക്കാനല്ല ദൈവം നിന്നെ വിടുവിച്ചത്. നീ അവന് വേണ്ടി ഫലം കായ്ക്കുവാനാണ് ദൈവം നിന്നെ വിടുവിച്ചത്. ആത്മീയ സന്തതി നിനക്ക് ഉണ്ടാകുന്നത് വരെ നീ ഞാൻ തിളയ്ക്കണം. സുരേഷ് ബ്രദർ എന്തൊരു സന്തോഷം പറയണേ. സഹോദരിക്കെന്തൊരാണെന്നോ അമ്മച്ചിക്കെന്തൊരു സന്തോഷമായിരുന്നു അറിയോ. എന്റെ സുരേഷിന് എന്റെ മോക്കൊരു കുഞ്ഞിന് കിട്ടി. എന്തൊരു സന്തോഷം. അത് അവർക്ക് അറിയാമോ. ഈ അടുത്തിരിക്കുന്നവരെല്ലാം മനസ്സിലാകാനത് സുരേഷിന്റെ സന്തോഷം, കുഞ്ഞിനെ കിട്ടിയതിന്റെ സന്തോഷം അവർക്ക് അറിയാവും. സ്തോത്രം. ആത്മീയ സന്തതി നിനക്ക് ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം മറ്റവരും തിരിച്ചറിയത്തില്ല. അത് ഉണ്ടാകുന്നതിന് അവർക്ക് അത് തിരിച്ചറിയത്തില്ല. നിന്റെ നിന്ന മാറിപ്പോകുവാൻ ആത്മീയ സന്തതി നിനക്കുണ്ടാകണം. നിന്റെ നിന്ന മാറിപ്പോകുവാൻ ആത്മീയ സന്തതികളുടെ ഉടമയായിട്ട് നീ മാറണം. 89 അവസാനം നീ പറഞ്ഞ സാക്ഷ്യം എന്താ നിനക്കറിയോ? കേൾപ്പക്കോടനുണ്ടെ ഞാൻ ഇപ്പൊ എടുത്ത് കേൾപ്പിക്കാം. നീ അന്ന് പറഞ്ഞെന്തോന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. കർത്താവിന് വേണ്ടി ഒന്നും ഞാൻ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ അവിശ്വസ്തയായിരുന്നു. എങ്കിലും എന്റെ കർത്താവ് വിശ്വസ്തനായിട്ട് എന്നെ പരിപാലിച്ചു. അവൻ എനിക്ക് ഇമ്മാനുവേലായിരുന്നു. അവൻ എനിക്ക് എബനേസറായിരുന്നു. അവൻ എനിക്ക് വേണ്ടി കൊടിയേർത്തി. എന്റെ കർത്താവ് നല്ലവനായിരുന്നു. എന്റെ കർത്താവിന് വേണ്ടി വല്ലതൊക്കെ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. 1990 എന്റെ കർത്താവ് എനിക്ക് തന്നാണ്. കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി 1 മാസത്തോടെ കഴിയുമ്പോൾ വീണ്ടും കേൾക്കാം നമുക്ക്. ഇത് തിരിച്ചു വെച്ചാൽ മതി. ഇത് തിരിച്ചു വെച്ചാൽ മതി. അന്ന് നീ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയാം. സ്തോത്രം.
അന്ന് നീ ഇത് തന്നെ പറയും, ഞാൻ വിശ്വാസക്കാരൻ, ഞാൻ ഒന്നും ചെയ്തു. ഇനി എന്നാ നീ ചെയ്യുന്നത്? നിന്നെ കുഴി കൊണ്ട് വെച്ചാണ് നീ ചെയ്യുന്നത്. ചെയ്യാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആത്മാക്കളെ നേടുവാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ, അതിന്റെ സമയം ഇതാണ്. You have to go. Why? It's the command from above. All authority in heaven and earth is given unto me. Therefore, you must go. That's the command from above. ഉയരത്തിലെ കൽപ്പനയാണ് നീ പോകണം. Why you have to go? The call from beneath. ആഴത്തിലെ നിലവിളി. The cry from beneath. ആഴത്തിലെ നിലവിളി. അബ്രഹാം പിതാവേ, അബ്രഹാം പിതാവേ, എന്റെ സഹോദരന്മാരും കൂടി നിത്യനരകത്തിൽ വരുന്നതിന് മുൻപേ ആ ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണേ. സുവിശേഷത്തിന്റെ സത്യവുമായി നരകത്തിലേക്ക് പോകുന്ന ജീവിതങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുവാൻ നരകത്തിലെ നിലവിളിക്കുന്ന ആയിരങ്ങൾ നിന്നെ നിർബന്ധിക്കുന്നു. Why you have to go? The call from without, the Macedonian call. Oh my brothers, come unto us, help us. സഹോദരന്മാരെ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കും. സഹോദരിമാരെ കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കും. നിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ സഹോദരിയുടെ മുഖത്ത് നീ ചിലപ്പോഴൊക്കെ ഒന്ന് നോക്കണം. ആ ദയനീയ ഭാവത്തോടുള്ള ആ നോട്ടത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദൈവകൃപ അനുഭവിച്ച സഹോദരി, യേശുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയ സഹോദരി, യേശുവിന്റെ ശക്തി ഗ്രഹിച്ച സഹോദരി, എന്നെ ഒന്ന് സഹായിക്കൂ. എന്നെ ഈ പശ്ചാത്തലത്തിൽ, ഈ തകർച്ചയുടെ നടുവിൽ എന്നെ ഒന്ന് സഹായിക്കൂ. എത്ര എത്ര ദീനരോധങ്ങൾ നിന്റെ കണ്ണമുടകളിൽ പതിച്ചിട്ടും അത് കേൾക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. നിന്റെ അകത്തുകൊണ്ടൊരു നിർബന്ധം, ക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ നിർബന്ധിക്കുന്നു. The love of Christ containeth us. We have to go. We have to go. We have to bring forth thoughts unto the Lord. Hallelujah. Hallelujah. ഫലം കായ്ക്കുവാൻ അനേക ദൈവിക സഹായങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. വിശദീകരിക്കുവാൻ എനിക്ക് സമയമില്ല, ഞാൻ ഓടിച്ചു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഒന്നാമത്തെ വ്യവസ്ഥ, ഗോതമ്പ് മണി തനിയെ ഇരുന്ന് അവിടെ തന്നെ ഇരിക്കും. നിലത്ത് വീണ് ചത്ത വളരെ ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും. കർത്താവിന് പ്രസാദമുള്ള ഫലം കായ്പാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ you have to die for yourself. നിന്നെ സ്വയം മരിക്കാതെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ കഴിയത്തില്ല. ദൈവം തീഷ്ണതയുള്ള ദൈവം. അവൻ തന്റെ മഹത്വം ഒറ്റ ഒരുത്തരവും വിട്ടുകൊടുക്കൂല. അവന്റെ മഹത്വം ഒറ്റ ഒരുത്തരും വിട്ടുകൊടുക്കുകയില്ല. സ്തോത്രം. എന്തുകൊണ്ടാ പലപ്പോഴും ആത്മീയ കോളത്തിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഷൂട്ടിംഗ് സ്റ്റാറുകളായി മാറിപ്പോകുന്നത് നിങ്ങൾക്ക് അറിയാമോ? ലോകത്തെ മുഴുവനും ആകർഷിച്ച് വലിയ ഹീറോയായിട്ട് ഷൈൻ ചെയ്ത പല ഷൈനിങ് സ്റ്റാർസും നിമിഷത്തിനുള്ളില ഷൂട്ടിംഗ് സ്റ്റാർസ് ആയിട്ട്. എന്താ കാര്യം? ദൈവം തന്റെ മഹത്വം ഒരുത്തിനും വിട്ടുകൊടുക്കില്ല. മനുഷ്യൻ മഹത്വം എടുക്കുവാൻ അവൻ അനുവദിക്കില്ല. സകല മഹത്വത്തിനും, സകല മാനത്തിനും, സകല പുകഴ്ചയ്ക്കും, സകല വന്ദനത്തിനും യോഗ്യത അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. രാജ്യം അവന്റേതാണ്, ശക്തി അവന്റേതാണ്, മഹത്വം അവനുള്ളതാണ്. സ്വയം കർത്താവിനോട് പറഞ്ഞു, നീ ഇറങ്ങി ഞങ്ങളെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും. നോ, യേശു അവനെ തന്നെ രക്ഷിച്ചിരുന്ന നമ്മൾ ഒറ്റ ഒരുത്തന്നെ രക്ഷിക്കാൻ അവന് കഴിയുമായിരുന്നില്ല. അവൻ തന്നെ താൻ രക്ഷിക്കാഞ്ഞതുകൊണ്ട് ഒരു സന്തതി അവനെ സേവിപ്പാൻ നിന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നീ നിന്റെ ജീവനെ കളഞ്ഞാൽ നീ അനേകമായിട്ട് അതിനെ നേടും. നിന്റെ താലന്തുകൾ, നിന്റെ കഴിവുകൾ, നിന്റെ സമയങ്ങൾ നിന്നെ തന്നെ ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. ദൈവം നിന്നോട് മഹത്വം എടുക്കും. ഫലം കായ്പാൻ നിനക്ക് കഴിയും. ഫലം കായ്പാനുള്ള മറ്റൊരു വ്യവസ്ഥ, നിന്നെ നട്ടത് എവിടെയാണ് നീ മനസ്സിലാക്കണം. നിന്നെ നട്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. നിന്നെ മരുഭൂമിയിലല്ല നട്ടത്. ചിലരൊക്കെ കണ്ടുകൊണ്ട് ഇന്ന് നാട്ടി വെച്ചേക്കാൻ തോന്നും. കുവൈറ്റിനും ഇടയ്ക്കുള്ള മരുഭൂമി കൊണ്ട് നാട്ടിയിട്ടിരുന്നു. അപായോത്രം വന്നാലും പാടും, പക്ഷെ ചൂണൂടെ ശ്രദ്ധിച്ചോണം. അയ്യോ കൊല്ലല്ലേ എന്നുള്ള രാഗവോ പുത്രമരണ രാഗവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാ പാടാൻ പറ്റുന്നത്. എന്നെ മരുഭൂമിയിലല്ല നട്ടത്, എന്നെ ആറ്റരികത്താ നട്ടത്. നാല് വശത്തേക്ക് കൊണ്ട് നിർത്തോടും. വേരുകൾ ആഴത്തിലേക്ക് കിടക്കും, വേരുകൾ ആഴത്തിലേക്ക് കിടക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ നദി ഒഴുകുന്നു. ഹല്ലേലൂയ. ആ നദി ഒഴുകി തുടങ്ങുകയാണ്. സ്തോത്രം.
സങ്കീർത്തനങ്ങളിൽ അത് ആഴുന്ന നദിയായി മാറുകയാണ്. എസെക്കിയേലിൽ അത് നീണ്ടിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്ത ആഴവും പരപ്പുമുള്ള നദിയായി മാറുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ പലതും മാറിക്കഴിഞ്ഞെങ്കിലും ആമേൻ ഉൽപ്പത്തി പുസ്തകത്തിലുള്ളത് പലതും വെളിപ്പാട് പുസ്തകത്തിലില്ലെങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ നിത്യതയുടെ അരമ്പുകളെ നിത്യതയുടെ വരമ്പുകളെ ഭേദിച്ചുകൊണ്ട് നദി പിന്നെയും കടന്നൊഴുകുകയാണ്. ജീവജല നദിയുടെ ഒരിക്കലും അവസാനിച്ചിട്ടില്ല, തുടരുകയാണ്. ആ നദിക്കൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഇരുവശങ്ങളിലും വൃക്ഷങ്ങളുണ്ട്. വൃക്ഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. മാസം തോറും പുതിയ ഫലം. You have an annual program, but do you have a monthly program? മാസം തോറും അതിനൊരു പ്രത്യേകത ഉണ്ട്. കാണാനും കൊള്ളാം, തിന്നാനും ചിലത് കാണാൻ വളരെ മെച്ചമാണ്, പക്ഷെ അടുത്ത് പറഞ്ഞു അന്നേരം അറിയാം പുളി. പഴുത്ത ഓറഞ്ച് പോലെ ഇരിക്കും, പക്ഷെ എടുത്ത് തിന്നണം. പിന്നെ 4 ദിവസത്തേക്ക് വെള്ളം കുടിക്കില്ല, കാരണം പഴുത്ത ഓറഞ്ചും പഴുത്ത കാഞ്ഞിരപ്പഴം ഒരുപോലെ ഇരിക്കും. സ്തോത്രം. അടുത്ത് വരുമ്പോഴാണ് പുളി അറിയുന്നത് നമ്മുടെ നാട്ടിൽ പറയുന്നത്. സ്തോത്രം, സ്തോത്രം. മറ്റുള്ളവർക്ക് കാണാനും അനുഭവിക്കുവാനും കൊള്ളത്തക്ക നല്ല ഫലം കായ്ക്കണമെങ്കിൽ ആത്മനദിയുടെ ആഴങ്ങളിലേക്ക് വേരുകളെ ഇറക്കി ശക്തി സംഭരിക്കൂ, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കൂ. മാസം തോറും പുതിയ ഫലം. നമ്മുടെ നാട്ടിൽ മൂവാണ്ടം മാവ് എന്ന് പറഞ്ഞൊരു മാവുണ്ട്. നട്ട് 3 വർഷം കഴിയുമ്പോൾ മാങ്ങ പിടിക്കും എന്നുള്ളതുകൊണ്ടായിരുന്നു അതിന് മൂവാണ്ടം മാവ് എന്ന് പറയുന്നത്. ഇപ്പോൾ വരെ മൂവാണ്ടം മാവ് എന്ന് പറയുന്നത് ഇതിലും ഒക്കെ കയറി വല്ലാതായി ഇടയ്ക്ക് 3 വർഷത്തിൽ ഒരിക്കലും ഒരു മാങ്ങ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. കുറച്ചുകൂടെ അങ്ങനെ വിട്ടുകൊടുത്തോണ്ടല്ലോ കുറെ നാളുകൂടെ കഴിയുമ്പോൾ മിക്കവാറും എല്ലാം വിത്തിലായി കഴിയും. പിന്നെ അത് അവിടെ നിന്ന് 30 ആണ്ട് കഴിഞ്ഞാലും മാങ്ങ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ മൂവാണ്ടം മാവിന് ഞാൻ വിളിക്കുന്ന പേര് 30 ആണ്ടെന്നാണ്. ദൈവസഭയിൽ ഒത്തിരി 30 ആണ്ടൻസ് ഉണ്ട്, ഒത്തിരി 30 ആണ്ടൻസ്. ഇന്ന് ഈ ബെഞ്ചുകളിൽ ഇരിക്കുന്നതിന് എത്ര 30 ആണ്ടൻസ് ഉണ്ടെന്നറിയോ? രക്ഷിക്കപ്പെട്ട് 30 വർഷമായിട്ട് ഒറ്റ ഒരെണ്ണത്തേക്ക് കർത്താവിലേക്ക് നയിക്കാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ രക്ഷിക്കോ ഇത് പകൽക്കാലം. പോയി ഫലം കായ്പാൻ നാം ഫലം കായ്ക്കണം. ഫലം കായ്ക്കുവാൻ സ്തോത്രം ദൈവിക സഹായം. കമ്പിവാദികത്തിൽ അതോടെ പറഞ്ഞു നിർത്തട്ടെ. എന്നിൽ കായ്ക്കുന്ന കൊമ്പുകൾ അധികം ഫലം കായ്ക്കുന്നില്ല. ചെത്തി വടിപ്പാക്ക കത്തി ഇത്തിരി കയറി ഉണങ്ങി നിൽക്കുന്ന കൊമ്പുകൾക്കല്ല. കത്തി ഫലമുള്ള കൊമ്പുകൾക്ക്. കത്തി നിന്നെ തൊലയ്ക്കാനല്ല, കത്തി നിന്നെ ശുദ്ധീകരിക്കാൻ. ദൈവം നിന്നെ കണ്ണുനീരിന്റെ നീർച്ചുഴിയിൽ വലിച്ചെറിയുന്നത് മുക്കിക്കൊല്ലാനല്ല, ശുദ്ധീകരിച്ച് പുറത്തെടുക്കാൻ. ദൈവം നിന്നെ പരിശോധനയുടെ അഗ്നിച്ചുളയിലേക്ക് വലിച്ചെറിയുന്നത് നിന്നെ ചാമ്പലാക്കുവാനല്ല, കെട്ടുപൊട്ടിച്ച് മാറ്റി വർദ്ധിപ്പിച്ച് മഹത്വമുള്ളതാക്കി ഇരട്ടി മഹത്വം പുറത്തു കൊണ്ടുവരുവാനാണ്. ഹല്ലേലൂയ. കത്തി അവന്റെ കയ്യിലാണ്, കത്തി അവന്റെ കയ്യിലാണ്. വളരെ ഫലം കായ്ക്കേണ്ടതിന് അവൻ നിന്നെ ചെത്തിവാൾ വെടിപ്പാക്കുമ്പോൾ ദോഷമായിട്ട് എന്നോടൊന്നും എന്റെ താതൻ ചെയ്യുകയില്ല. അവൻ എന്നെ തല്ലിയാലും ഞാൻ അവനെ സ്നേഹിക്കും, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. സ്തോത്രം. ചില കാപ്പിച്ചെടികള് 6 അടി കൂടുതൽ പൊങ്ങിയാൽ ഫലം കായ്ക്കത്തില്ല. യജമാനൻ ചെന്ന് നിൽക്കും, തന്നെക്കാൾ പൊക്കമുള്ളതിന്റെ എല്ലാം മണ്ട വെട്ടും. യജമാനേക്കാൾ കൂടുതൽ ഇനി പൊങ്ങല്ലേ മണ്ടയ്ക്ക് വെട്ട് കയറും. ഭാവിക്കേണ്ട മീത് ഭാവിച്ചു എനിക്ക് മണ്ടയ്ക്ക് തന്നെ വെട്ട് കയറും. സ്തോത്രം. ചില തേയിലത്തോട്ടത്തിലേക്ക് ചെന്നാൽ എല്ലാം ഒരേ പൊക്കത്തിൽ കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുക, എല്ലാം ഒരേ പൊക്കത്തിൽ കവാത്ത് ചെയ്ത് നിർത്തിയിരിക്കുക. അതിന്റെ ഇടയിൽ കള്ളിമുരുക്ക് നിൽപ്പുണ്ട്, തണൽ വൃക്ഷമായിട്ട് ഭൂവരിച്ച് നിൽപ്പുണ്ട്, കാറ്റാടി നിൽപ്പുണ്ട്. ഇതിന്റെ ഒന്നും ഇല പറിക്കാറില്ല, അതിനോട്ട് വെട്ടാറുമില്ല. എന്നാൽ എന്നും കൊളുന്ത് പറിക്കുന്ന തേയിലച്ചെടിയിൽ നിന്ന് ഒരു ഷൂട്ട് മേപ്പോട്ട് വന്നാൽ യജമാനൻ കത്തിയുമായിട്ട് വരും, അത് വെട്ടിക്കളയും. എന്തുകൊണ്ട്? ഇന്ന് ഇതിനെ വെട്ടിയില്ലെങ്കിൽ അടുത്ത ആഴ്ച വേറെ ഒന്നുകൂടെ വരും, അടുത്ത മാസം ഒന്നുകൂടെ വരും. അങ്ങനെ 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ഷൂട്ടുകൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഇലകൾ ചുരുളാൻ തുടങ്ങും. പിന്നെ ഇതിന്റെ പേര് തേയിലച്ചെടി എന്നല്ല, പിന്നെ ഇതിന്റെ പേര് കാട്ടുചെടി എന്നാണ്. വെട്ടിപ്പിടിച്ച് കേക്കേ റോഡിലിടും. കോളനി താമസിക്കുന്ന പെണ്ണുങ്ങള് ഊക്കന്റെ കണ്ണുപോലെ നോക്കിയിരിക്കുകയാണ്. അവരൊന്ന് വിറക്കി എടുത്തോണ്ട് പോകും, അവരുടെ കോളനിയുടെ മുമ്പിൽ ഇട്ട് ഉണക്കും. എന്നിട്ട് അവർ അടുപ്പിനകത്ത് കയറും. വല്ല പെണ്ണുങ്ങളെ അടുപ്പിനകത്ത് കയറ്റാനല്ല ഈ തേയിലച്ചെടി യജമാനൻ നട്ടത്. ആമേൻ, ആമേൻ, സ്തോത്രം. അതേ നരിയമ്പാറയിലെ പട്ടിക്കാട് വിലയ്ക്ക് വാങ്ങിച്ച് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് BB എസ്റ്റേറ്റ് ഉണ്ടാക്കിയപ്പോൾ അവനൊരു ആശയുണ്ടായിരുന്നു. ഇതിന്റെ കൊളുന്ത് മറിച്ച് ഫാക്ടറി കൊണ്ടുപോയി പൊടിപ്പിച്ച് പോളിത്തീൻ കവറിനകത്ത് കെട്ടി സിൽവർ പേപ്പർ കൊണ്ട് പാക്ക് ചെയ്ത് താജ്മഹാലിന്റെ ചിത്രമുള്ള കവറിനകത്താക്കി അതേ കാർഗോയിൽ കൊണ്ടുവന്ന് $1 വാങ്ങിക്കാമെന്നുള്ള വലിയ ഉദ്ദേശത്തോടെ നട്ടതാണിത്.
സ്തോത്രം. Glory, hallelujah. നിന്നെ ചെത്തുന്നത് നിന്നെ അക്കരയ്ക്ക് അയക്കാമെന്നുള്ള പരിപാടിയുണ്ട്. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നിന്നെ അനുരൂപരാക്കി അക്കരയ്ക്ക് അയക്കാനുള്ള പരിപാടിയിലാണ് നിന്നെ ചെത്തുന്നത്. എന്നാൽ കല്ലിമുരുക്കിനെ കുറിച്ചും പൂവരിശിനെ കുറിച്ചും അതേ കാറ്റാടിയെ കുറിച്ചും നിനക്ക് പരാതി ഉണ്ടായിരിക്കാം. ഈ കത്തി അതിന് കയറത്തില്ല. എന്നാൽ 12 കിലോ ഭാരമുള്ള ഒരു കോടാലി സ്റ്റോറിൽ കിടപ്പുണ്ട്. ഒരു ദിവസം കേശവനെ വിളിക്കും. കേശവൻ വരും. വേയും കൊമ്പും ശേഷിപ്പിക്കാതെ ഈ കല്ലിമുരുക്ക് തകർക്കും. അതിനെ തീച്ചുളയിലേക്ക് മാറ്റും. ലോകത്തോടുകൂടെ നീ ന്യായവിധിയിലാകപ്പെടാതിരിക്കാൻ ദൈവം നിന്നെ ബാലശിക്ഷ കഴിക്കുന്ന സന്ദർഭങ്ങളിൽ അധികം ഫലം കായ്ക്കുവാൻ സമയം നേടും. ഇങ്ങനെ നിന്റെ സമയവും തീരും. Amen. Glory, hallelujah. എനിക്ക് പ്രസംഗിക്കാനുള്ള സമയം തീർന്ന പോലെ നിന്റെ സമയവും തീരും. ഇന്ന് നീ തട്ടിപ്പോകാതെ ഇവിടെ നിൽക്കുന്നത് 1 വർഷം കൂടെ നിൽക്കട്ടെന്ന് പറഞ്ഞ് നിർത്തിയത്. Amen. Glory, hallelujah. സ്തോത്രം. 1 വർഷം കൂടെ നിൽക്കട്ടെന്ന് പറഞ്ഞ് നിർത്തിയതാ. വേണ്ടിയ ഫലം ഒന്നുമില്ലെങ്കിലും വേണ്ടാത്തതൊക്കെ ഇല്ലയോ? Hallelujah. നിന്റെ സഹോദരനോട് നിനക്ക് സ്നേഹമില്ലല്ലോ, അവനോട് നിനക്ക് പകയില്ലയോ? Hallelujah. വേറെ കൂടി ഞാൻ പറയാനുണ്ടെന്ന്. Hallelujah. സ്തോത്രം. സ്തോത്രം. Amen. നിന്റെ Glory. സഹോദരനോട് അവന്റെ പ്രവർത്തനങ്ങളിൽ നിനക്ക് സന്തോഷമില്ലെങ്കിലും നിനക്ക് ഭയങ്കര പകയില്ലയോ? വൈരാഗ്യമില്ലയോ? നിനക്ക് Hallelujah. സ്തോത്രം. സ്തോത്രം. നിനക്ക് സമാധാനമില്ലെങ്കിൽ നിന്റെ അകത്ത് യുദ്ധമില്ലേ? Hallelujah. സ്തോത്രം. സ്തോത്രം. വേണ്ടിയതൊന്നുമില്ലെങ്കിൽ വേണ്ടാത്ത പലതുമുണ്ട്. ഞാനും നീയും തട്ടിപ്പോകാഞ്ഞത് സ്തോത്രം ചങ്കിലെ ചുടുചോര തന്ന് വിലയ്ക്ക് വാങ്ങിയവൻ നിർത്തിയതാണ്. സ്തോത്രം. 1 വർഷം കൂടെ നിന്നോട്ട്. വെട്ടിക്കളയേണ്ട സ്ഥാനത്ത് ചുവട് കളിച്ച്, ആമേൻ, വെള്ളത്തിലാക്കേണ്ട സ്ഥാനത്ത് വെള്ളമൊഴിച്ച്, നിന്നെ വളമാക്കേണ്ട സ്ഥാനത്ത് വളമിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ പിന്നെയും പിന്നെയും നിന്നെ പരിരക്ഷിച്ചു. 1990 നിന്നെ നിർത്തി. Hallelujah. ഫലം കായ്ക്കുന്നതിന് കഴിഞ്ഞില്ല. Hallelujah. കഴിഞ്ഞോ? Hallelujah. ഇനി 1 മാസമേ ഉള്ളൂ. Hallelujah. ഒറ്റ മാസമേ ഉള്ളൂ. ഒരാളെ നേടാൻ കഴിഞ്ഞോ? Hallelujah. സ്തോത്രം. കുറഞ്ഞത് ഒരാളെയെങ്കിലും ചോദിച്ചു. Oh, glory. കർത്താവ് ഇന്ന് പറഞ്ഞാൽ Hallelujah. കർത്താവ് നിന്നോട് പറയുകയാണ്, ഞാൻ വരുന്നതിന് മുമ്പ് ഒറ്റ ആത്മാവേ ഇനി രക്ഷിക്കപ്പെടും. അത് നിന്റെ ചോയ്സ്, നിന്റെ സെലക്ഷൻ. നീ പറയുന്ന ആളെ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഒറ്റ ആളെ തിരഞ്ഞെടുക്കാൻ നോക്കും. അങ്ങനെയാണ് ആരെങ്കിലും തിരഞ്ഞെടുക്കും. ലോകത്തിൽ ഇനി ഒരുത്തന്നെ രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇന്നാരും രക്ഷിക്കപ്പെടണം. അങ്ങനെ ആഗ്രഹമുള്ള ആരെയെങ്കിലും നിനക്ക് നിന്റെ മനസ്സിൽ ഇപ്പോൾ കൊണ്ടുവരാവും. ലോകത്തിൽ ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഇന്ന വ്യക്തി രക്ഷിക്കപ്പെടണം. Hallelujah. സ്തോത്രം. ആ അവസ്ഥ എന്റെ ഹൃദയത്തിൽ വെക്കും. Amen. Glory. കർത്താവേ. Hallelujah. സ്തോത്രം. കർത്താവ് എനിക്ക് ആ ജീവിതത്തെ തരണം. Hallelujah. ആ സ്തോത്രം. ജീവിതത്തെ എനിക്ക് തരണം. Hallelujah. സ്തോത്രം. എനിക്ക് ആ ജീവിതത്തെ തരണം. ഞാൻ അവന്റെ വിടുതലിന് വേണ്ടി, അവന്റെ വിടുതലിന് വേണ്ടി എന്ത് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കർത്താവേ, ആ ജീവിതത്തെ എനിക്ക് തരണമെന്ന് ഒരു വ്യക്തിയെങ്കിലും നിനക്ക് ചോദിച്ചു വാങ്ങാമോ? ഇപ്പം Hallelujah. സ്തോത്രം. സ്തോത്രം. ഫലമില്ലാതെ കഴിഞ്ഞു പോയി നാളുകളെ ഓർത്ത് നെടുവീർപ്പിട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ല. കർത്താവിനോട് ഫലം കഴിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.